വെൽക്കം ബാക്ക് ടു ജിനോ ദി ട്രാവലർ. അപ്പോൾ 10 months മുമ്പ് നമ്മളൊരു ഫാമിലി വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബാലി, ഇന്തോനേഷ്യ ബാലിയിലേക്ക്. എങ്ങോട്ടാ നമ്മള് പോകുന്നത്? ഇറ്റലിയിലും. അപ്പൊ ആ രണ്ട് സ്ഥലങ്ങളാണ് നിങ്ങള്. സർപ്രൈസ് ഒന്നും നടന്നില്ല. നമുക്ക് ഈ പറഞ്ഞ വിസ അപ്ലൈ ചെയ്യണം, അതിനൊക്കെ നടക്കുന്ന. അതുകൊണ്ട് ലൂക്കിന് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ലൂക്കിന് ചെറിയൊരു സർപ്രൈസ് കൊടുത്തായിരുന്നു. ലൂക്കിനോട് സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് അതിനുള്ളൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ട്രാവൽ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതൊരു ഒരുപാട് വീഡിയോസ് വരും. നമ്മളൊരു 12 ദിവസത്തെ ഒരു പ്ലാനാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ റഫ് പ്ലാൻ. ആദ്യം ചെല്ലുന്നത് സൂറിക്കിലേക്കാണ്. പിന്നെ സൂറിക്കിൽ 2 ദിവസം സ്റ്റേ കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ മാർഗം ഇന്റർലേക്കനിലേക്ക് ചെല്ലുന്നു. അവിടെ 2 ദിവസം സ്റ്റേ. പിന്നെ നേരെ ഫ്ലോറൻസ്, ഇറ്റലി. പിന്നെ ഇറ്റലിയിൽ പിസ ഗോപുരം കാണാൻ വേണ്ടി ബൈ കാറ് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ തിരിച്ച് അതേ സ്റ്റേയിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് വെനീസിൽ സ്റ്റേ ഒന്നുമില്ല. പിന്നെ തിരിച്ച് അതേപോലെ തന്നെ ഫ്ലോറൻസിലേക്ക് വരുന്നു. പിന്നെ റോമിലാണ് നമുക്ക് അടുത്ത സ്റ്റേ. അത് ട്രെയിനിൽ തന്നെ പോകണം. റോമിൽ 2 ദിവസം സ്റ്റേ കഴിഞ്ഞ് തിരിച്ച് മിലനിലേക്ക്, പിന്നെ മിലനിൽ നിന്ന് ബാക്ക് ടു കൊച്ചി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഈ കണ്ടതുപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അത് നമ്മുടെ ഈ ഇതിൻ്റെ ഇതുപോലെ ഇരിക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും ഏതൊരു യാത്രയിലാണെങ്കിലും. അപ്പോൾ നമ്മളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പൊ തന്നെ ആയിക്കോളുക. ഇപ്പൊ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കയ്യിൽ പൈസ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യാ, നിങ്ങൾ ഇറങ്ങി. നമ്മള് പാക്കേജ് ഒന്നും അല്ല എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നമ്മള് ടിക്കറ്റ് മാത്രം ഒരു ഏജൻസി എടുക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചു. പിന്നെ വിസയുടെ കാര്യങ്ങൾ മാത്രം. ബാക്കിയെല്ലാം നമ്മുടെ ഓൺ പ്ലാനാണ്. എങ്ങനെയാ പോണോ അതുപോലെ എല്ലാം ഇങ്ങേരുടെ പ്ലാനാണ്. അപ്പൊ എങ്ങോട്ടാണ് പോകേണ്ടത്, കറക്റ്റ് ഫസ്റ്റ് എവിടെയാണ്, പിന്നെ എവിടെയാണ് പോകേണ്ടത്, അങ്ങനെ ഓരോരോ സ്റ്റോപ്സും നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് എന്റെ വൈഫാണ് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണോ അതുപോലെ അങ്ങനെ പോകും അല്ലെ. ഒന്നും പിന്നെ അതിന്റെ ഫ്ലോയിൽ അങ്ങോട്ട് പോകും. പിന്നെ നമുക്കൊരു പ്ലാൻ വേണമല്ലോ, നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ആ ഒരു പ്ലാൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ സ്വിറ്റ്സർലൻഡിലോ ഇറ്റലിയിലോ നമുക്കൊരു വാഹനം റെന്റിനെടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യും. അപ്പൊ അതിനുള്ള എല്ലാ ഫുൾ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതില്ല കംപ്ലീറ്റ് KL07 CV 4661. എത്ര ദിവസത്തേക്ക് സാറിനുണ്ട്? 12 ദിവസം. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. കുറച്ച് നേരത്തെ ആയിപ്പോയി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിലാക്സ് ചെയ്ത് ഒരു സൈഡിൽ വന്നിങ്ങനെ ഇരിക്കണ്ട. അപ്പോൾ ലൂക്കിന് ഭയങ്കര ബോറടിയായിരുന്നു. അപ്പോൾ ആ ബോറടി മാറ്റാൻ വേണ്ടി ഞങ്ങളെല്ലാം ഫുൾ പ്രിപ്പയർഡാണ്. അപ്പോൾ ലൂക്കിൻ്റെ ബോറടി മാറ്റാൻ വേണ്ടി ലൂക്കിൻ്റെ ഡ്രോയിങ് ബുക്കൊക്കെ എടുത്ത് പരിപാടി തുടങ്ങിയിട്ടാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എർത്ത് ലോഞ്ചിലോട്ട് കയറുകയാണ്. അപ്പോൾ എർത്ത് ലോഞ്ചിലെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ ഗേറ്റിലേക്ക് പോകാൻ പോവാം കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് ഗേറ്റ് നമ്പർ 1 ഇരിക്കുവാണ്. പോസ്റ്റായിട്ടിരിക്കുവാണ്. സമയമുണ്ട് ഇനിയും ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ട് ബോർഡിങ്ങിന്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. ലൂക്കിന് ബോറടിക്കണ്ടോ? മമ്മ ബിസിയാണോ? And then we got to go. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറി. വി ഓൾറെഡി ബോർഡഡ് ടു WY226 Oman Airways. This is the first time experience in Oman Airways, but I don't know how it's going to be. It cannot be compared with Qatar Airways. Let's see.
ഖത്തർ ഈസ് ഖത്തർ, ഖത്തർ ഈസ് ഖത്തർ. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഖത്തർ ഈസ് ഖത്തർ. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൈറ്റും കൂടെ ഉണ്ട് ഫ്രം മസ്കറ്റ് ടു സൂറിക്. Thank you. ഇനി നമുക്ക് 4 മണിക്കൂർ ലേ ഓവർ ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ 4 മണിക്കൂർ പോസ്റ്റാണ് ഇവിടെ മസ്കറ്റിൽ. Hi, how are you? Thank you. This way? Thank you. Thank you. Take a bell, yes? Thank you. Take a bell. Bell. Luca. Hi. Hi. ലൂക്ക, ഇഷ്ടപ്പെട്ടോ സ്വിറ്റ്സർലാൻഡ്? നാളെ പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണ്ട. ആ ചേച്ചി വന്നിട്ട് ഗായ്സ്, അപ്പൊ നമ്മള് സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ട് നമ്മുടെ അക്കോമഡേഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ. അക്കോമഡേഷൻ ചെറിയൊരു റൂമാണ്, എന്നാലും അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഉണ്ട്. താഴെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്, പിന്നെ മേളിലൊരു ചെറിയൊരു എക്സ്ട്രാ ബെഡ് ഉണ്ട്, പിന്നെ ബാത്റൂം, ഷവർ ഏരിയ ഇവിടെ വേറെ, ബാത്റൂം ഇതിന്റെ സൈഡില്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം 2-3 ദിവസത്തെ കാര്യമുള്ളൂ. അപ്പോൾ 2 ദിവസത്തെ കാര്യമുള്ളൂ ഇവിടെ. അപ്പോൾ ബാക്കി നല്ല ടയർഡാണ്. ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളും 2 ഫ്ലൈറ്റൊക്കെ കയറി, ലോങ് ഫ്ലൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇന്ന് കിടന്നങ്ങ് ഉറങ്ങുക. അത് മാത്രം ഇന്നത്തെ പരിപാടിയുള്ളൂ. ബാക്കി നാളെ രാവിലെയാണ്. അപ്പോൾ നാളെ രാവിലെ